ESR EFT പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ. ആ അപ്പം എന്തെങ്കിലും ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ധാരാളം അനുഭവങ്ങളുണ്ട്. ഉം. ഞാൻ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഒന്ന് മാനസിക തലത്തിൽ എന്നെ സ്വാധീനിച്ചതും മറ്റൊന്ന് ശാരീരിക തലത്തിൽ എന്നെ സ്വാധീനിച്ചതുമായ ഒരു അനുഭവം. 2 അനുഭവങ്ങൾ. ഉം. ഈ മാനസിക തലത്തിൽ എന്നെ സ്വാധീനിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ഉം. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉം. അതിനെ തുടർന്ന് നിരവധി മൊഡാലിറ്റീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. NLP, ഹിപ്നോസിസ്, പ്രാണിക് ഹീലിംഗ്, റേക്കി, ഇങ്ങനെ നിരവധി ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ്. പക്ഷെ ഇവയൊന്നും ഞാൻ നിരന്തരം ചെയ്തിരുന്നില്ല. പക്ഷേ ഈ EFT ഞാൻ നിരന്തരം ഈ ഒരു പ്രശ്നം മാറുന്നതിനായിട്ട്, ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ചെയ്യുന്നതിനായിട്ട് നിരന്തരം ചെയ്യുകയുണ്ടായി. ഉം. അതിൻ്റെ ഫലമായിട്ട് ഈ അവസ്ഥയിൽ നിന്നും മറികടന്ന് വളരെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുന്നു. അത് ഒരു മാനസികമായ ഹീലിംഗ് ആണ്. എനിക്കുണ്ടായ മാനസികമായ ഹീലിംഗ് ആണ് EFT മൂലം ഉണ്ടായത്. ഉം. ഇനി അടുത്ത് ഞാൻ ശാരീരികപരമായി ഉണ്ടായ ഒരു സൗഖ്യത്തെക്കുറിച്ച് പറയാം. ഉം. അത് ഞാൻ EFT പഠിക്കുന്നത് 2019 ഉം. 19 പഠിച്ച സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ബ്ലഡ് പ്രഷർ കൂടിയായിരുന്നു. ഉം. പക്ഷെ അന്ന് ഞാൻ സ്ഥിരമായിട്ട് EFT ചെയ്തിരുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് EFT നിരന്തരം ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ മറികടന്നു കൂടാന്ന് ഞാൻ ചിന്തിച്ചു. ഉം. അതിൻ്റെ ഫലമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം ഉണർന്ന് 5:30 ഞാൻ ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ഒരു 10-20 റൗണ്ട് EFT ചെയ്യുകയുണ്ടായി. ഉം. അതിനുശേഷം ഞാൻ പരിശോധിച്ചപ്പോൾ BP മരുന്ന് കഴിക്കാതെ തന്നെ തികച്ചും നോർമലായി മാറി. അതായത് 120 വന്നു. ഉം. ഞാൻ ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ EFT ചെയ്താൽ മരുന്നിന് പകരം അത് പ്രവർത്തിക്കുമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഉം. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മാനസിക വശവും മറ്റൊന്ന് ശാരീരിക സൗഖ്യവുമാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും.